ഇറാനെതിരെ യുദ്ധം തുടങ്ങി എണ്ണ പ്രതിസന്ധിയിൽ കുടുങ്ങിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും തിരിച്ചടി. ആഗോള എണ്ണ വിപണി പിടിച്ചുലച്ച ഹോർമുസ് കടലിടുക്കിലെ തടസ്സം നീക്കാൻ സഹായം തേടിയ ട്രംപിന്റെ ആവശ്യം നാറ്റോ രാജ്യങ്ങളും ചൈനയും തള്ളിക്കളഞ്ഞു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമുസ് തുറക്കാൻ നാറ്റോ സഖ്യം യുദ്ധക്കപ്പലുകൾ അയക്കണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. ഇത് തള്ളിയാൽ നാറ്റോയുടെ ഭാവി വളരെ മോശമായിരിക്കുമെന്നും ഭീഷണി മുഴക്കാനും ട്രംപ് മറന്നില്ല. ചൈന ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 90% ലഭിക്കുന്നത് ഹോർമുസ് വഴിയായതിനാൽ സഹായിക്കണമെന്നായിരുന്നു ബെയ്ജിങ്ങിനോടുള്ള ആവശ്യം. എന്നിട്ടും ചൈന വഴങ്ങാൻ കൂട്ടാക്കിയില്ല. സൈനിക നീക്കം അവസാനിച്ച ശേഷം മാത്രം സഹായത്തെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ചൈനയുടെ മറുപടി. നിലപാട് വ്യക്തമാകാതെ ചൈന സന്ദർശിക്കുമെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും ചൈന കുലുങ്ങിയിട്ടില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തന്റെ നിലപാട് മുമ്പേ വ്യക്തമാക്കിയിട്ടുണ്ട്. മൈനുകൾ നീക്കം ചെയ്യാനുള്ള കപ്പലുകൾ അയച്ചേക്കാം, പക്ഷേ ഒരു യുദ്ധക്കപ്പൽ പോലും അയക്കില്ല എന്നാണ് ബ്രിട്ടീഷ് നിലപാട്. ജർമ്മനി, ഗ്രീസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളും അമേരിക്കയെ സഹായിക്കാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വലിയ യുദ്ധത്തിന്റെ ഭാഗമാവാൻ തങ്ങളില്ലെന്നാണ് യൂറോപ്പിന്റെ പൊതുവായ നിലപാട്. നിലവിൽ 100 കണക്കിന് കപ്പലുകളാണ് ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാനുമായി ധാരണയിൽ എത്തിയ ശേഷം ഒരു പാകിസ്ഥാൻ എണ്ണ കപ്പൽ കടത്തിവിട്ടിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും കപ്പലുകളെ മാത്രമേ ആക്രമിക്കൂ എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇതിനിടെ തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇറാനിലും ലെബനാനിലും US-ഉം ഇസ്രായേലും വ്യോമാക്രമണം തുടരുമ്പോൾ ലോകം മറ്റൊരു എണ്ണ പ്രതിസന്ധിയിലേക്കും യുദ്ധഭീതിയിലേക്കും ഉറ്റുനോക്കുകയാണ്.